കേന്ദ്ര സർക്കാർ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഞാൻ ഈ പദവി ഏറ്റെടുത്തതിന് ശേഷം 2 പ്രാവശ്യം ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തി. അവിടെ അതിനുവേണ്ടിയുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ഏതാണ്ട് ആ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. സിസഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് സിസഫ് അവരാണ് ഈ പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ആ DPR പൂർത്തിയാകുകയും സ്ട്രക്ചറൽ ആ ഡിസൈൻ പൂർത്തിയാകുകയും അത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നടപടികൾക്ക് ശേഷം അംഗീകാരം കൊടുക്കുകയും അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിർമ്മാണം നടക്കും. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. ഉണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, സിസഫും അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടന, ഒരു സ്ഥാപനമാണ്. അവരാണ് സംസ്ഥാന സർക്കാരിനെ അതിനുവേണ്ടി സഹായിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ വളരെ എങ്ങനെയാണിത് സംഭവിക്കുന്നതിനുള്ള സ്റ്റഡീസ് നമ്മളൊരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണത് പണിതത്. അപ്പോൾ അതിനുശേഷമുണ്ടാകുന്ന മാറ്റങ്ങൾ അത് കടലിൻ്റെ നിയമമാണ്. അപ്പോൾ അതിനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 പ്രാവശ്യം മീറ്റിംഗ് നടന്നിരുന്നു. ഇനിയും അതിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എത്തുന്ന ഉറപ്പാകുന്ന അവസരത്തിൽ ഞാനവിടെ വിസിറ്റ് ചെയ്യും, അവിടെ സന്ദർശിക്കും. അതിനുശേഷം അതിൻ്റെ ഒരു നടപടിയിലേക്കെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ അപകടമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് അതിൻ്റെ നമ്മളിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ കൂടുതൽ അപകടകരമായിട്ട് കടൽ പ്രതികരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അല്ല, അതിൻ്റെ സ്റ്റഡി തുടങ്ങിയതാണല്ലോ. അതായത് ഈ സംഭവം ഉണ്ടാകുമ്പം തുടങ്ങി. അപ്പോൾ ആൾക്കാർ മരിക്കുന്ന അവസരത്തിലാരും നോക്കിയിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാ തലത്തിലും അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീഴ്ച പറ്റിയിട്ടില്ല. കാരണം അപ്പം തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങും. ഇത് പറഞ്ഞല്ലോ, ഇത് കടലിൻ്റെ നിയമം നമ്മുടെ നിയമത്തിനനുസരിച്ചായിരിക്കണമെന്നില്ല. അതാണ് എപ്പോഴും ഉള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു സജഷൻ വന്നിരുന്നു, ഒരു താൽക്കാലിക ഒരു പ്രതിവിധി എന്നുള്ളത്. അത് കൂടുതൽ അപകടകരമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് അതും സാധ്യമല്ല.